പൗരത്വ നിയമവ്യവസ്ഥകൾ നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തതിനെതിരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധങ്ങൾ. 30ഓളം സംഘടനകളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പൗരത്വ നിയമവ്യവസ്ഥകൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേസിലെ പ്രധാന ഹർജിക്കാരായ മുസ്ലിം ലീഗും ഡിവൈഎഫ്ഐയും ഓൾ അസം സ്റ്റുഡന്റ്സ് യൂണിയനും ഉൾപ്പെടെ സുപ്രീംകോടതിയെ സമീപിച്ചു. പ്രതിഷേധം ശക്തമായതോടെ വിമർശനങ്ങൾക്ക് മറുപടി നൽകി കേന്ദ്ര സർക്കാർ. CAA മുസ്ലിങ്ങളുടെ പൗരത്വത്തെ ബാധിക്കില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ ആശങ്ക വേണ്ടെന്നും കേന്ദ്രം വിശദീകരിച്ചു. നിലവിലെ നിയമപ്രകാരം മുസ്ലിങ്ങൾക്ക് പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിന് തടസ്സമില്ല. അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കുകയാണ് നിയമത്തിന്റെ ലക്ഷ്യമെന്നും സർക്കാർ വിശദീകരിക്കുന്നു. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 6 മതങ്ങളിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതിനുള്ള ചട്ടങ്ങളാണ് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തത്. മുസ്ലിങ്ങളെ ഒഴിവാക്കുന്നതിനെതിരെ രാജ്യത്ത് കനത്ത പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് സർക്കാർ നേരിട്ട് വിശദീകരണവുമായി രംഗത്തെത്തിയത്. CAAയുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾക്ക് ചോദ്യോത്തര രൂപത്തിലാണ് വിശദീകരണം നൽകിയിരിക്കുന്നത്. ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളെ ഇത് എങ്ങനെ ബാധിക്കും? നിലവിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന 18 കോടി മുസ്ലിങ്ങളുമായി CAAയ്ക്ക് യാതൊരു ബന്ധവുമില്ല. അവരുടെ ഇന്ത്യൻ പൗരത്വത്തെ ബാധിക്കുന്ന യാതൊന്നും ഇതിലില്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും തുല്യമായുള്ള എല്ലാ അവകാശങ്ങളും അതേപടി തുടരും. CAA നടപ്പാക്കുന്നതിന്റെ പേരിൽ ഒരു ഇന്ത്യൻ പൗരനോട് പോലും അവരുടെ പൗരത്വം തെളിയിക്കാനുള്ള രേഖകൾ ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടാകില്ല. ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരായ മുസ്ലിങ്ങളെ സ്വദേശത്തേക്ക് തിരിച്ച് അയക്കുന്നതിനുള്ള നീക്കമുണ്ടോ? കുടിയേറ്റക്കാരെ ഈ രാജ്യങ്ങളിലേക്ക് തിരികെ അയക്കാമെന്ന് 3 രാജ്യങ്ങളുമായും ഇന്ത്യക്ക് കരാറില്ല. അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താനുള്ള നടപടിയുമായി CAAയ്ക്ക് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടുതന്നെ CAA മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് എതിരാണെന്ന ഒരു വിഭാഗം മുസ്ലിങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും ആശങ്കകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. ആരാണ് അനധികൃത കുടിയേറ്റക്കാർ? 1955 പൗരത്വ നിയമത്തിലേതുപോലെ നിയമസാധുതയുള്ള രേഖകൾ കൂടാതെ ഇന്ത്യയിൽ പ്രവേശിക്കുന്ന വിദേശികളാണ് CAA പ്രകാരവും അനധികൃത കുടിയേറ്റക്കാർ. CAA ഇസ്ലാമിന്റെ പ്രതിച്ഛായയെ എങ്ങനെ ബാധിക്കും? മേൽപ്പറഞ്ഞ 3 രാജ്യങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും നിമിത്തം ലോകമെമ്പാടും ഇസ്ലാമിന്റെ പ്രതിച്ഛായ മോശമാകുന്ന സാഹചര്യമുണ്ടായി. അതേസമയം സമാധാനത്തിന്റെ മതമായ ഇസ്ലാം ഒരിക്കലും മതാടിസ്ഥാനത്തിലുള്ള അക്രമങ്ങളെയോ വിദ്വേഷത്തെയോ പീഡനത്തെയോ പ്രോത്സാഹിപ്പിക്കുന്നില്ല. CAA എന്നത് പീഡിതരോട് കാരുണ്യം കാണിക്കുന്നതിനുള്ള ഉപാധിയാണ്. മാത്രമല്ല, ഇത്തരം പീഡനങ്ങളുടെ പേരിൽ ലോകത്തിനു മുന്നിൽ ഇസ്ലാമിന്റെ പ്രതിച്ഛായ മോശമാകാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. മുസ്ലിങ്ങളെ ഇന്ത്യൻ പൗരത്വം തേടുന്നതിൽ നിന്നും CAA വിലക്കുന്നുണ്ടോ? ഇല്ല. ഇന്ത്യൻ പൗര നിയമത്തിന്റെ സെക്ഷൻ 6 പ്രകാരം ലോകത്തിന്റെ ഏതു ഭാഗത്തുമുള്ള മുസ്ലിങ്ങൾക്കും ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള അവകാശത്തെ CAA ഹനിക്കുന്നില്ല. എന്തുകൊണ്ട് CAA അനിവാര്യമാകുന്നു? ഈ 3 രാജ്യങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് സന്തോഷപൂർണവും സമ്പൽ സമൃദ്ധവുമായ ഭാവിക്കായി ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നതിന് ഇന്ത്യയുടെ സാംസ്കാരിക തനിമയനുസരിച്ച് അവസരം ഉറപ്പുവരുത്തുകയാണ് CAA ചെയ്യുന്നത്. സമാനമായ ലക്ഷ്യങ്ങളോടെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ള മറ്റ് നടപടികൾ എന്തൊക്കെയാണ്? 2016 ഈ 3 രാജ്യങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ഇന്ത്യയിൽ തുടരുന്നതിന് ദീർഘകാല വിസകൾ അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിം കുടിയേറ്റക്കാർക്ക് ഏതെങ്കിലും വിധത്തിൽ നിയന്ത്രണം ഉണ്ടാകുമോ? സ്വാഭാവിക നിയമങ്ങളെ CAA ഒരു വിധത്തിലും ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഏത് വിദേശ രാജ്യത്തു നിന്നുമുള്ള മുസ്ലിം കുടിയേറ്റക്കാർക്കും നിലവിലെ നിയമങ്ങൾ അനുസരിച്ച് ഇന്ത്യൻ പൗരത്വത്തിനായി അപേക്ഷിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഈ 3 രാജ്യങ്ങളിലും സ്വന്തം ശൈലിയിലുള്ള ആചാരങ്ങൾ പാലിക്കുന്നതിന്റെ പേരിൽ പീഡനം അനുഭവിക്കുന്ന മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർക്കും ഇപ്പോഴത്തെ നിയമങ്ങൾ അനുസരിച്ച് തന്നെ ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാം. അതേസമയം അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുന്നതിനോട് ലീഗിന് എതിർപ്പില്ല. എന്നാൽ മുസ്ലിങ്ങളെ മാറ്റി നിർത്തുന്ന സമീപനം ശരിയല്ല. മുസ്ലിങ്ങൾക്കും പൗരത്വം നൽകാനുള്ള അവസരമൊരുക്കണം. പ്രത്യേക മതവിഭാഗങ്ങൾക്ക് മാത്രം പൗരത്വം എന്ന വ്യവസ്ഥ തടയണമെന്നും ലീഗിനായി അഭിഭാഷകനായ ഹാരിസ് ബീരാൻ നൽകിയ ഹർജിയിലുണ്ട്. പൗരത്വ നിയമ ഭേദഗതി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള തങ്ങളുടെ ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയും അപേക്ഷ നൽകി. പൗരത്വ നിയമ ഭേദഗതിയുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യുന്ന 200-ലേറെ ഹർജികൾ സുപ്രീംകോടതിയുടെ പരിഗണനയിലുണ്ട്. നേരത്തെ നിയമം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച സുപ്രീംകോടതി 2019 ഡിസംബർ 18 കേന്ദ്രത്തിന് നോട്ടീസ് അയച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.